ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് നമുക്കൊരു മനോഹരമായ കവിത പഠിക്കാം. കവിതയുടെ പേര് മുന്നറിയിപ്പ്. കുട്ടികളെ, മുന്നറിയിപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഉദാഹരണത്തിന്, റോഡിലൂടെ നടക്കുമ്പോൾ ആരെങ്കിലും പറയും, ശ്രദ്ധിച്ചു നടക്കണം, വാഹനം വരുന്നു, കുഴിയുണ്ട്, വീഴരുത്. ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞു തരുന്നതാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ കടൽ കാണാൻ പോയിട്ടുണ്ടോ? കടലിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുക? അതെ, തിരമാലകൾ, മണൽ, കപ്പൽ, മീൻപിടുത്ത വള്ളം. അപ്പോൾ നമ്മളൊരു കാര്യം കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ മറ്റൊരു കാഴ്ചയാണ് ആദ്യം കണ്ണിൽപ്പെടുന്നത്. ഈ കവിതയിലും കവി അതുപോലൊരു രസകരമായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് കവിത വായിച്ചുകൊണ്ട് മനസ്സിലാക്കാം. കവിതയുടെ പേര് മുന്നറിയിപ്പ്. ഇപ്പോൾ നമുക്ക് കവിത ഓരോ വരിയായി നോക്കാം. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കുട്ടികളെ, ഇവിടെ കവി എല്ലാവരെയും വിളിക്കുകയാണ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ ഒന്ന് കേൾക്കൂ. ഞാനൊരു കാര്യം പറയാം. എന്തായിരിക്കാം ആ കാര്യം? നമുക്ക് അടുത്ത വരി വായിക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. അയ്യോ, അതെന്താണ്? കുട്ടികളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും പാർക്കിൽ പോകുമ്പോൾ ഊഞ്ഞാൽ കളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? പക്ഷെ അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ടത് എന്തായിരിക്കും? വലിയ പൂന്തോട്ടം, അല്ലെങ്കിൽ മനോഹരമായ ഒരു ഫൗണ്ടൻ, അല്ലെങ്കിൽ മയിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചതല്ല, വേറൊരു മനോഹരമായ കാഴ്ചയാണ് ആദ്യം കാണുന്നത്. അതുതന്നെയാണ് കവി പറയുന്നത്. കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളെ തിരമാല. കുട്ടികളെ, കവി കടൽ കാണാൻ പോയി. പക്ഷെ കടലിനേക്കാൾ ആദ്യം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടതെന്താണ്? വലിയ നീണ്ട തിരമാലകൾ. തിരമാലകൾ ഇങ്ങനെ ഉയർന്നും താഴ്ന്നും വരുന്നത് കാണാൻ നല്ല രസമല്ലേ? അതുകൊണ്ടാണ് കവി അതിനെക്കുറിച്ച് പറഞ്ഞത്. കപ്പലു കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. ഇവിടെ കവി കപ്പൽ കാണാൻ പോയി. പക്ഷെ ആദ്യം കണ്ടതെന്താണ്? ഒരു വലിയ മണിമേടം. കടൽ തീരത്ത് കപ്പലുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഉയരമുള്ള ഗോപുരമാണ് മണിമേടം. അത് വളരെ ഉയരമുള്ളതായതുകൊണ്ട് ആദ്യം അതാണ് കണ്ണിൽപ്പെട്ടത്. കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളെ മരമല്ലോ. കുട്ടികളെ, കാട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? അതെ, മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ. കവി കാട് കാണാൻ പോയപ്പോ ആദ്യം കണ്ടത് ഉയരമുള്ള മരങ്ങളാണ്. കാടാകെ മരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. കാണാൻ ചെന്ന് വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ. ഇവിടെ കവി ചെറിയൊരു വാരിക്കുഴി കാണാൻ പോയി. പക്ഷെ അവിടെ കണ്ടതെന്താണ്? ഒരു വലിയ കിണർ. ചെറിയത് കാണുമെന്ന് കരുതിയപ്പോ വലുതാണ് കണ്ടത്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി വീണ്ടും അതേ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചു പോകാം. പക്ഷെ അവിടെ ചെന്നാൽ അതിലും മനോഹരമായ മറ്റൊരു കാഴ്ച കാണാൻ കഴിയും. അതിനാൽ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. കവിതയുടെ ആശയം. ഈ കവിത നമ്മളെ ഒരു നല്ല പാഠം പഠിപ്പിക്കുന്നു. നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചിലപ്പോൾ അതിലും മനോഹരമായ പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നമ്മളെ കാത്തിരിക്കും. അതിനാൽ ഓരോ പുതിയ അനുഭവവും സന്തോഷത്തോടെ സ്വീകരിക്കണം. കുട്ടികളെ, കവി ആദ്യം എന്ത് കാണാൻ പോയി? കടൽ കാണാൻ പോയപ്പോൾ എന്താണ് കണ്ടത്? നീണ്ടാണ് കണ്ടത്. നീണ്ട തിരമാലകൾ. കപ്പൽ കാണാൻ പോയപ്പോൾ എന്താണ് കണ്ടത്? കൂറ്റൻ മണിമേടം. കാട് കാണാൻ പോയപ്പോൾ എന്താണ് കണ്ടത്? നീളെ മരങ്ങള്. ഈ കവിത നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലായ്പ്പോഴും കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചിലപ്പോൾ അതിലും മനോഹരമായ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് ലഭിക്കും.